അംഗീകരിച്ചിരിക്കുന്നു. ഉമറിന്റെ തീരുമാനം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ലഹരിയുടെ ഉപയോഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. ഇനി മുതൽ ലഹരി ഹറാമാണ്. ലഹരി തൊട്ടുകൂടാ, രുചിച്ചുകൂടാ, അനുഭവിച്ചുകൂടാ. ഉമറിന്റെ തീരുമാനം അല്ലാഹു അംഗീകരിച്ചു. അന്ന് മുതൽ ലഹരി ദീനിൽ ഹറാമാക്കി. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നെങ്കിൽ അത് എന്റെ ഉമറാകുമായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. ആ തീരുമാനം അള്ളാഹു അംഗീകരിച്ചു. നോക്കണം നിങ്ങൾ. എന്നാൽ ഉമറിനൊരു സ്വഭാവമുണ്ട്. നമ്മളടുത്തൊക്കെ വല്ല തെറ്റും സംഭവിച്ചാൽ നമ്മളത് ന്യായീകരിക്കാൻ നോക്കും, അല്ലെ? എന്തെങ്കിലൊക്കെ ഒരു തെറ്റ് പാട്ട് നമ്മളിടുന്നാണ് സംഭവിച്ചതെങ്കിലും നമ്മൾ വീണത് വിദ്യയാക്കാൻ നോക്കും. എങ്ങനെങ്കിലൊക്കെ തലകുത്തി മറിഞ്ഞിട്ട് എന്താവും, ആ തീരുമാനം ഒന്ന് മാറ്റാൻ നോക്കും. പക്ഷേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. തെറ്റ് തന്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് തിരുത്തും. അതിന് മാപ്പ് ചോദിക്കും, ക്ഷമ പറയും, എന്നിട്ട് അത് തിരുത്തും. അങ്ങനൊരു സംഭവം നോക്കൂ നിങ്ങള്. ഒഴിമറ്റ് നിന്നൊരു പാട്ടു കേട്ടൊരു മതിലിന്റെ മീതെ ചാടി താനേരം കഥകിന്റെ പഴുവിൽ കൂടി നോക്കും നേരം കള്ളം കുടിച്ചു രസിച്ചു കൊണ്ടാ പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട്. ഉമർ അന്ന് ഖലീഫയാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു, സിദ്ദീഖ് തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ആ ഭാഗം ഞാൻ പറയാം. ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. തെറ്റ് തന്റെ അടുത്ത് വന്നാൽ അത് തിരുത്താനും മാപ്പ് ചോദിക്കാനും ഉമർ തയ്യാറാണ്. അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഖലീഫയായ സമയത്ത് ഒരു ദിവസം നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പുരയിൽ നിന്ന് നല്ല പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല പൂസായ പാട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് ആ ശബ്ദം കേട്ടു, പാട്ട് കേട്ടു. ആ വീടിന്റെ ഗേറ്റിനെ കൂടെ ഒന്നും പോവാൻ മൂപ്പർക്ക് തോന്നിയില്ല. മതില് ചാടിക്കടന്നു. മതില് ചാടിക്കടന്നു. നിങ്ങൾ ഇന്നത്തെ കാലത്തെ കോൺക്രീറ്റ് മതിലിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഈത്തപ്പനന്റെ പട്ട ഇങ്ങനെ കുത്തിച്ചാരി വെച്ച മോഡലുള്ള മതിലുകളായിരിക്കും അന്നത്തത്. അത് ചാടിക്കടന്നു. ചാടിക്കടന്നിട്ട് വാതിലിന്റെ ദ്വാരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കി ആരാ പാട്ട് പാടുന്നതെന്ന്. ആ സമയത്ത് കള്ളും കുടിച്ച് രസിച്ച് കൊണ്ടാ പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട്. കള്ളു കുടിച്ച് രസിച്ചിങ്ങനെ ഉന്മാദിച്ച് ആർമാദിച്ച് പാടുകയാണ് ഒരുത്തന്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വാതിലിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞടാ തുറക്ക് വാതില്, വാതിൽ തുറക്കടാ. പെട്ടെന്ന് വാതിലകത്തു നിന്ന് തുറന്ന് പുലി പോലെ മീറെ കണ്ടയാൾ വിറക്കുന്നേ. കള്ളു കുടിച്ച് രസിച്ച മനുഷ്യന് പെട്ടെന്ന് വാതിൽ തുറന്നു. ഒരു പുലിയെ പോലെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന അമീർ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടു. ആ മനുഷ്യന് പേടിച്ച് വിറക്കാൻ തുടങ്ങി. പടച്ചോനെ, ഖലീഫ ഉമറാണ് കണ്ടിരിക്കുന്നത്. കയ്യോടെ പൊക്കിയിരിക്കുകയാണ്. എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. 40 അടി ഉറപ്പാണ്. കള്ളുടിച്ചാൽ 40 അടി അടിക്കണ്ടേ? 40 അടി ഉറപ്പാണ്. ആ മനുഷ്യന് വല്ലാതെ പേടിച്ചു പോയി. പ്രജയെങ്കിലും സാധതാ പറയുന്നേ, ഖുർആന്റെ നിയമം കേൾക്കമീറേ നിന്നേ. ഒരു തെറ്റു മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ 3
കൊണ്ട് തെറ്റു പറയാ നിങ്ങളെ. ഉമറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണ്ടേ? എന്തെങ്കിലും ഒരു ഉപായം ഉപയോഗിച്ചേ പറ്റൂ. എന്താ ചെയ്യാ? പെട്ടെന്ന് അയാളെങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നിക്ക് 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 നിക്ക്, എന്താ നിങ്ങളീ കാട്ടിയത്? നിങ്ങളിപ്പോ എന്തായി കാണിച്ചത്? ഖുർആനിന്റെ നിയമം തെറ്റിച്ചിട്ടല്ലേ നിങ്ങളിപ്പോ എന്റെ അടുത്തേക്ക് വന്നത്? ഖുർആന്റെ നിയമങ്ങൾ തെറ്റിച്ചിട്ടല്ലേ വന്നത്? എന്താ ഖുർആന്റെ നിയമം? അള്ളാന്റെ കലാമായ ഖുർആൻ അള്ളാഹു തആല പറയുന്നത്, നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ അടുക്കള ഭാഗത്ത് കൂടെ ചെല്ലരുത്. മനസ്സിലാവുന്നുണ്ടോ? സൈഡ് ഭാഗത്ത് കൂടെയും ചെല്ലരുത്. നിങ്ങൾ ചെല്ലേണ്ടത് ഫ്രണ്ട് ഗേറ്റിലൂടെ, മെയിൻ ഗേറ്റിലൂടെ ചെല്ലണം. എന്നിട്ടോ ഇപ്പത്തെ സാഹചര്യത്തിൽ വെച്ചിട്ട് പറയാ, ഒരു വട്ടം ഡോർ ബെല്ലടിക്കണം, കുറച്ചേരം വെയിറ്റ് ചെയ്യണം. രണ്ടാമതൊരു തവണ കൂടെ ഡോർ ബെല്ലടിക്കണം, കുറച്ചേരം വെയിറ്റ് ചെയ്യണം. മൂന്നാമതൊരു തവണ കൂടെ ഡോർ ബെല്ലടിക്കണം, കുറച്ചേരം വെയിറ്റ് ചെയ്യണം. പിന്നെ പെരന്റെ ഉള്ളിക്കാണ് പാഞ്ഞു കയറണം. അല്ല, തിരിച്ചു പോയിക്കൊള്ളണം. അനുവാദം കിട്ടിയാൽ ഉള്ളോട്ട് കയറാം. സിറ്റ് ഔട്ടിലേക്ക്. എവിടേക്ക്? സിറ്റ് ഔട്ടിലേക്ക്. അതിന്റെ അപ്പുറം കയറാൻ പറ്റൂല. അടുക്കള സ്വാതന്ത്ര്യം ഒന്നും കൊടുത്തേക്കല്ല ഒരു സുഹൃത്തുക്കൾക്കും. എന്ത് ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞാലും, എന്ത് ബന്ധത്തിന്റെ പേര് പറഞ്ഞാലും, അന്യ പുരുഷന്മാർ, അന്യ സ്ത്രീകളുള്ള വീട്ടിലേക്ക് സിറ്റ് ഔട്ടിന്റെ ഏറിപ്പോയാൽ ലിവിംഗ് റൂം, അതിന്റെ അപ്പുറത്തേക്ക് പെർമിറ്റ് കൊടുക്കരുത്. ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല. കയറി പോകാൻ ഇപ്പത്തെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്, നമ്മളൊരു പെരി ചെന്നാല് ആ പെരി ആദ്യം സിറ്റ് ഔട്ടിലിരിക്കും, പിന്നെ ലിവിംഗ് റൂമിലേക്ക് ഇരിക്കും, പിന്നെ ഡൈനിങ് ഹാളിലേക്ക് ഇരിക്കും, പിന്നെ ബെഡ്റൂമിൽ പോവും അല്ലെ. പിന്നെ പറ്റുകയാണെങ്കിൽ ആ പെരക്കാരപ്പോ ഒരു സെൽഫി ഇട്ടിട്ട് പോരും അല്ലെ. ആ പെരക്കാരപ്പോ സെൽഫി കൊണ്ട് എടുത്തിട്ട് ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടേ നമ്മൾ പോരും അല്ലെ ഇപ്പത്തെ ഒരു അവസ്ഥ. എന്നാൽ ഖുർആന്റെ നിയമം അതല്ല. 3 വട്ടം നിങ്ങൾ ഫ്രണ്ട് വാതിൽ കൂടെ മാത്രം ചെന്നിട്ട് 3 വട്ടം അനുവാദം ചോദിക്കുക. അനുവാദം കിട്ടിയാൽ കിട്ടിയോടത്തേക്ക് കയറി ഇരിക്കുന്നു പറഞ്ഞാൽ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കണം. പെരക്കാരൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുക, അപ്പൊ അകത്ത് കയറി പോവാ പറ്റൂല. അനുവാദം കിട്ടിയില്ലേ, തിരിച്ചു പോരണം എന്നാ പറഞ്ഞത്. ഉമറേ, നിങ്ങള് ഖലീഫയൊക്കെ തന്നെ സംഗതി ശരി, പക്ഷെ നിങ്ങള് ഖുർആന്റെ നിയമം ഇവിടെ തെറ്റിച്ചു. എന്താ നിയമം? ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. കള്ളു കുടിച്ചിട്ട് എന്റെ പെരയിൽ വെച്ച് കള്ളും കുടിച്ച് പാട്ട് പാടി ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കള്ളു കുടിച്ചു എന്നുള്ളൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ 1. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തത് 3 എണ്ണാണ്. നിങ്ങൾ തെറ്റ് ചെയ്തത് 3 എണ്ണാണ്. ഉമർ ഖത്താബ് തങ്ങൾ നെറ്റിദ്ധരിച്ചു. ഞാൻ 3 തെറ്റ് ചെയ്തടാ, ഞാൻ ഏതാടാ തെറ്റ് ചെയ്തത് പറ. ആ സമയത്ത് അയാൾ പറയുന്നു, ഒരു തെറ്റ് മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ. 3 എണ്ണം കൊണ്ട് തെറ്റു പറയാൻ നിങ്ങളെ. അനുവാദമില്ലാതെ ഇവിടമേ കടന്നൊന്നേ മതിലിന്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കഥകിന്റെ പഴുകിൽ കൂടി നോക്കി 3. ഇത് ന്യായമാണോ തങ്ങളെ പറഞ്ഞ? ഖലീഫയോട് ഈ മനുഷ്യൻ പറയാ, നിങ്ങൾ 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ തെറ്റ്, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നത് എന്റെ അനുവാദമില്ലാതെയാണ്. രണ്ടാമത്തെ തെറ്റ്, നിങ്ങൾ വന്നത് മതിൽ ചാടി കിടന്നിട്ടാ വന്നത്. ഫ്രണ്ട് വാതിലൊക്കെ കൂടെയല്ല, ഗേറ്റിംഗ് കൂടെയല്ല വന്നത്, മതിൽ ചാടി കിടന്നിട്ടാ വന്നത്. മൂന്നാമത്തെ തെറ്റ്, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഒളിഞ്ഞു നോക്കിയില്ലേ. എന്റെ വീടിന്റെ വീടിന്റെ വാതിലിന്റെ പൈതിൽ കൂടെ നിങ്ങൾ എന്റെ വീടിന്റെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കിയില്ലേ. ഇത് ചെയ്തത് തെറ്റാണോ ഉമറേ? വിയർപ്പിൽ ഉമർ കുളിച്ചിട്ടതാ പറയുന്നേ, സഖിയെ എനിക്ക് ക്ഷമിക്കണേ ഇന്നൊന്നേ. ഉമർ ബിൻ ഖത്താബിന് തന്റെ തെറ്റ് ബോധ്യമായി. ആ മനുഷ്യനോട് അവിടെ വെച്ച് മാപ്പ് പറയുകയാണ്, മോനെ ചെയ്തു പോയത് തെറ്റാണ്, ഉമറിന് പുറത്തു തരണേ. ആരാ മാപ്പ് ചോദിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാപ്പ് ചോദിച്ചു തെറ്റിന്റെ അടുത്താണ് വന്നത്. പുറത്തുണ്ട മോനെ, ഞാൻ ചെയ്തത് തെറ്റാണ്.
അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കണം നിങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സദാസമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് രഹസ്യമായി ഹിജ്റ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരസ്യമായി ഹിജ്റ പോയി. സ്വഹാബികളൊക്കെ ഇരുട്ടിന്റെ മറവിലും അതുപോലെ പകലിന്റെ നിഴലുകളുടെ മറവിലൊക്കെയാണ്